നമസ്കാരം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സെക്ടറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ടാക്സ് വിത്ഡ്രോ ചെയ്യാൻ ഇന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിസിഷൻ എടുത്തു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ടാക്സ് റിമൂവൽ അല്ലെങ്കിൽ ടാക്സ് അവോയ്ഡ് ചെയ്യുന്നത് ഏത് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ഗുണമായി ഭവിക്കുക, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പ്രയോജനങ്ങൾ എത്രത്തോളം കമ്പനികൾക്ക് അതിൻ്റെ പ്രയോജനങ്ങൾ കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഈ ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണതിൽ RIL ONGC shares to get recover after windfall tax on key petroleum products is scrapped. അപ്പോൾ കീ പെട്രോളിയം പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിൻഫോൾ ടാക്സ് അവർ സ്ക്രാപ്പ് ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ദ ഷെയർസ് ഓഫ് ഓയിൽ കോൺഗ്ലോമറേറ്റ് റിലയൻസ് ഇൻഡസ്ട്രീസ് ആൻഡ് സ്റ്റേറ്റ് ഓൺഡ് ONGC recovered about 2% from their day's low on Monday after the finance ministry announced the scrapping of windfall tax on aviation turbine fuel ATF, crude oil, diesel and petrol product. അതായത് മെയിൻലി ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ ATFുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടാക്സസ്, അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ, ഡീസൽ ആൻഡ് പെട്രോൾ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ടാക്സസ് വിത്ഡ്രോ ചെയ്യാൻ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ വിത്ഡ്രോ ചെയ്യാൻ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് മിനിസ്ട്രി ഡിസിഷൻ എടുത്തു എന്നുള്ള കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ ഇതുമായി ദിസ് ഡിസിഷൻ എഫക്റ്റീവ്ലി ഇമ്മീഡിയറ്റ്ലി makes the end of the levy that was introduced in July 2022 and aims to provide relief to oil producers and refineries. അത് 2022 അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു ടാക്സ് അവർ വിത്ഡ്രോ ചെയ്തു. അന്ന് ഇത് ഓയിൽ പ്രൊഡ്യൂസേഴ്സിനും റിഫൈനറീസിനെല്ലാം എന്താ പറയുക, അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്തിരുന്നതാണ്, അവരുടെ റിലീഫിന് വേണ്ടിയിട്ട് ചെയ്തിരുന്നത്. The windfall tax was initially implemented to capture the significant profit of the oil producers gain from rising global crude prices. The recent changes expect to benefit major oil players like Reliance ONGC by enhancing their gross refining margins, which measure profitably in refining crude oil. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏതൊരു സ്റ്റോക്കിൻ്റെയും കാര്യങ്ങൾ അറിയാം. ആ സ്റ്റോക്കിൻ്റെ സ്ക്രീനറിൻ്റെ ഷീറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നതാണ് സെയിൽസ്, റവന്യൂ, അതോടൊപ്പം തന്നെ ടാക്സ്. അപ്പോൾ ഈ ടാക്സ് എത്രത്തോളം പെർസെൻറ്റേജ് അവർ പേ ചെയ്യുന്നു, ടാക്സസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നോർമലി അവരുടെ പ്രോഫിറ്റ് മാർജിൻ ഡിക്രീസ് ചെയ്യും. പ്രോഫിറ്റ് മാർജിൻ ഡിക്രീസ് ചെയ്യുമ്പോൾ നോർമലി നെറ്റ് പ്രോഫിറ്റ് ഡിക്രീസ് ആകുമ്പോൾ നോർമലി എന്ത് ചെയ്യും, ഓൾറെഡി ഇവരുടെ ആ ഒരു ഷെയർ പ്രൈസസിനും അതിൻ്റെ താഴോട്ടുള്ളൊരു താഴോട്ടുള്ളൊരു പോക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ പല ഷെയർസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഗുണം കിട്ടുന്നത് റിലയൻസും ONGCക്കാണെന്ന് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ IOCL, BPCL ഇതുമായി ബന്ധപ്പെട്ടുള്ള പല കമ്പനികൾക്കും ഇതിൻ്റെ ഒരു ഗുണം കിട്ടുമെന്ന് കാണാം. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഷെയർ നോക്കുകയാണെങ്കിൽ ഇന്ന് റാലി ചെയ്ത് 1.42% ആയിരുന്നു എന്ന് കാണാൻ പറ്റിയൊന്നും. അതേപോലെ 1310 രൂപയിലാണ് അത് എൻഡ് ചെയ്തതെന്ന് കാണാൻ പറ്റും. ഇവരുടെ ഒരു 6 മന്തിൻ്റെ ലാസ്റ്റ് 6 മന്തിൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ അറൗണ്ട് 13.22% ഡൗൺ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 6 മന്ത് നോക്കുമ്പോൾ, ഇയർലി നോക്കുമ്പോൾ ഒരു ചെറിയ റൈസ് 1.19ൻ്റെ ഒരു വളർച്ച ഉണ്ടെങ്കിലും, അതായത് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒരു വർഷം മുമ്പ് എത്രത്തോളം ഉണ്ടായിരുന്ന പ്രൈസാണ് അതിൻ്റെ ഓൾമോസ്റ്റ് ഈക്വൽ ആണെന്ന് കാണാൻ പറ്റും. 6 മന്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 6 മന്തായിട്ട് 13%ൻ്റെ ഒരു താഴോട്ടുള്ള പോക്കായിരുന്നു എന്ന് കാണാൻ പറ്റും. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിനെ പറ്റി ഇനി കൂടുതൽ ഇതിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും വലിയൊരു കമ്പനി, ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി 13%ഓളം താഴോട്ട് വന്നു എന്ന് പറയുന്നത് ഒരു മികച്ച അവസരമായിട്ട് കാണാനാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി അടുത്തൊരു ഷെയർ എന്ന് പറയുന്നത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ONGCയുടെ ഷെയർ പ്രൈസസ് ആണ്. അവരുടെ ഇന്ന് ഏകദേശം 0.37%ൻ്റെ ഒരു റാലി കണ്ടിരുന്നു. 257.65 റുപ്പീസിലാണ് അത് എൻഡ് ചെയ്തതെന്ന് കാണാൻ പറ്റും. ഇനി ഇവരുടെ ഒരു ഷെയർ പ്രൈസസിൻ്റെ കഴിഞ്ഞ 6 മാസത്തെ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ 9.31%ൻ്റെ ഒരു ഡൗൺഫാൾ ഇതിൽ കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ഡൗൺഫാൾ ഇന്ന് ഓൾമോസ്റ്റ് 0.37%
പെർസെൻറ്റേജിൻ്റെ ഇത് നമ്മൾക്ക് ഒരു ആശ്വാസകരമായിട്ടുണ്ട്. അപ്പോൾ ഈ ടാക്സ് കുറയ്ക്കുന്നതോടുകൂടി ഇതിനും ഒരു മുന്നോട്ടുള്ള റാലി നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ONGC ഇനി അടുത്തൊരു ഷെയർ നോക്കുകയാണെങ്കിൽ IOCLമായി ബന്ധപ്പെട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് ഇന്ന് ഒരു 0.46ൻ്റെ മൈനോട്ടായാലൊരു ഡൗൺഫോൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവരുടെ 6 മാസത്തെ ഒരു സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ 21.28%ൻ്റെ ഒരു ബിയറിഷ് ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ താഴോട്ടുള്ള പോക്കായിരുന്നു 21.28%ൻ്റെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിലും ഇത്രയും വലിയൊരു കമ്പനി 21%ഓളം താഴോട്ട് പോയിരിക്കുക എന്ന് പറയുന്നതും ഒരു അവസരമായിട്ട് എടുക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നതാണ്. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു കമ്പനിയാണ് HPCL, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഇന്ന് ഏകദേശം 0.27ൻ്റെ താഴോട്ട് പോയിരുന്നു. അവരുടെ കഴിഞ്ഞൊരു 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ 1.60%ഓളം താഴോട്ട് പോയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ടാക്സ് കുറയ്ക്കുന്നതോടുകൂടി കഴിഞ്ഞ അടുത്ത ക്വാർട്ടറിലെല്ലാം ഒരു ബെറ്റർ ഒരു മൂവ്മെൻറ്റ് കാണാൻ പറ്റുന്നതും റിലയൻസ് ONGC സെക്ടറുമായി ഷെയർസിൽ ഒരു വലിയ റാലി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു റെക്കമെൻഡേഷനായിട്ട് കാണേണ്ടതില്ല. ഇത്തരം സെക്ടേഴ്സിൽ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടേഴ്സിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ റിസീവ് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സെല് ചെയ്യുക എന്നൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം.